السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أنس بن مالك رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: الدعاء لا يرد بين الأذان والإقامة. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ദുആ ദുആ ലാ യുറദ്ദു തട്ടപ്പെടുകയില്ല, ദുആ തട്ടപ്പെടുകയില്ല, ബൈനൽ അദാനി വൽ ഇഖാം, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള ദുആ തട്ടപ്പെടുകയില്ല, അത് സ്വീകരിക്കപ്പെടും. അപ്പൊ അവന് ചോദിച്ചു, സമാധാനത്തുക യാ റസൂലല്ലാഹ്, തങ്ങളെ ദുആ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടല്ലോ, എന്താണ് ഞങ്ങൾ അന്നേരം എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടത്തിൽ ഞങ്ങൾ എന്താണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്? നബിതങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹുൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, നിങ്ങൾ അല്ലാഹുവിനോട് ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിക്കണം. ദുനിയാവിലെയും ആഖിറത്തിലെയും ആഫിയത്തിന് വേണ്ടി തേടണം. ദുആഇന് ഉത്തരമുണ്ട് എന്ന് പറയപ്പെട്ട പല സന്ദർഭങ്ങളുണ്ടല്ലോ. ആ സന്ദർഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള സമയം. അന്നേരം നമ്മൾ ദുആ കൊണ്ട് മുതലെടുക്കണം. നമ്മൾ ദുആക്ക് ഉത്തരമുള്ള സമയത്ത് ഇങ്ങനെ അന്തമുട്ടാണ്, ദുആക്കില്ല. ആ സമയത്ത് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹസനായ ഹദീസാണ് ഞാൻ വായിച്ചത്. വയുസല്ലു ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്ക് ദുആ സുന്നത്താണ്. لأنه لا يرد كما في حديث الحسن, ഒരു ഹസനായ ഹദീസിൽ വന്നത് പ്രകാരം ആ സമയത്ത് ദുആ തട്ടപ്പെടുകയില്ല. എന്താ ചോദിക്കേണ്ടത്? ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിക്കണം. മനസ്സിലായോ? അതാ ഇമാം ശർവാനി എഴുതുന്നു, وأن يقول المؤذن ومن سمعه بعد أذان المغرب, മഗ്രിബ് ബാങ്കിന്റെ ശേഷം ബാങ്ക് വിളിച്ചവനും അത് കേട്ടവനും പറയൽ സുന്നത്താണ്, اللهم هذا إقبال ذكرك وإدبار نهارك وأصوات دعاتك فاغفر لي എന്ന് പറയൽ സുന്നത്തുണ്ട്. ബാങ്ക് വിളിച്ചവനും കേട്ടവനും ഒക്കെ പറയൽ സുന്നത്താണ്. മഗ്രിബ് ബാങ്ക് വിളിച്ചു, ബാങ്കിന് ഇജാബത്ത് ചെയ്തു. ഇന്നലെ പറഞ്ഞ പോലെ റസൂലുള്ളാഹിന്റെ സ്വലാത്തും ചൊല്ലി. പിന്നെ ഈ ദുആ ചൊല്ലണം. അത് നിസ്കാര ശേഷമുള്ള ദുആ അല്ല, പിന്നെ അപ്പ ചൊല്ലേണ്ട ദുആയാണ്. اللهم هذا إقبال ليلك وإدبار نهارك فأصوات دعاتك فاغفر لي, അത് ചൊല്ലണം. മനസ്സിലായോ? അപ്പോ ഇവിടെ പറഞ്ഞു ആ സമയത്തുള്ള ദുആ തട്ടപ്പെടൂല. എന്താണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. മറ്റൊരു ഉദാഹരണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി വവലദി. എന്തൊരു ജാമിആയ ദുആയാണ്. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും എനിക്കും എന്റെ സന്താനങ്ങൾക്കും ഭാര്യക്കും സമ്പത്തിലും ഞാൻ ആഫിയത്തിനെ തേടും. ആ ദുആ എല്ലാവരും ദ്വാരക്കണം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള ദുആ എത്രത്തോളം അറിയും? ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള സമയം എത്ര ദീർഘിച്ചാലും ശരിയാണ്. ബാങ്കിനും ഇഖാമത്തിനുള്ള സമയം ദീർഘിക്കാൻ പാടില്ല. അതിനൊരു കണക്കുണ്ട്. ബാങ്ക് കൊടുത്തിട്ട് അവിടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സമയം, അതൊരു മണിക്കൂർ നമ്മളെ ഫിഖ്ഹിന്റെ കിതാബിനെ കണക്കാക്കിയിട്ടുണ്ട്. മഗ്രിബ് ഒഴിച്ച്. മഗ്രിബിന് പിന്നെ അവിടെ കിതാബുകളിൽ പറയുന്നു മഗ്രിബിന് സമയം കുറിച്ചാണ്. മഗ്രിബിന്റെ സമയം വളരെ ഇടുക്കമായ സമയമാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ
ജദീദായ അഭിപ്രായം അനുസരിച്ച് വളരെ കുറഞ്ഞ സമയം മഗ്‌രിബിനുള്ളൂ. ഖദീമനുസരിച്ച് കുറച്ച് വിശാലത ഉണ്ട്. അതപ്പോ അങ്ങനെ വിശാലമനെ പറയുന്നത്. അപ്പോ മഗ്‌രിബിന് സാധാരണ ജനങ്ങളൊക്കെ നേരത്തെ പള്ളിയിൽ വന്നു കൂടുകയില്ല. പിന്നെ വേഗം ഇഖാമത്ത് കൊടുക്കാം. ബാക്കിയൊക്കെ ഒരു മണിക്കൂർ, അരമണിക്കൂറൊക്കെ ഓവർ. അരമണിക്കൂറൊന്നും പാടില്ല എന്ന് സമരം പറയലല്ലേ. ഇവിടേക്ക് ആൾക്കാരെത്തണ്ടേ. അതായത് നിസ്കാരത്തിൽ ഒരു ഫളീലത്തിന്റെ വക്കത്തുണ്ട്, ഒരു ശ്രേഷ്ഠമായ സമയം. അത് തെറ്റിപ്പോകും അരമണിക്കൂറൊക്കെ ആയി. മനസ്സിലായോ? അതുകൊണ്ട് വേറെ ചർച്ച. അപ്പോ ഈ ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള സമയം എത്ര ദീർഘിച്ചാലും അതിനിടക്ക് ദുആ സുന്നത്തല്ല. അപ്പൊ എന്താ വേണ്ടത്? റവാത്തിബ് നിസ്കാരത്തിന്റെ സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയമൊക്കെ ദ്വാരക്കാണ്. ഇതെല്ലാം കാര്യങ്ങൾ ഒന്നാണ് വീട്ടാണ്. റവാത്തിബ് നിസ്കാരത്തിന്റെ സമയം ഒഴിച്ച്, റവാത്തിബ് ഉണ്ടല്ലോ, ഇപ്പൊ സുബ്ഹിക്ക് 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 4. അപ്പൊ ആ നിസ്കാരത്തിന്റെ സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളല്ല അതൊക്കെ നമ്മൾ ദ്വാരക്കുക. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ ദുആ ചെയ്യുക. അപ്പൊ നിസ്കാരത്തിലെ സുജൂദിലെ, ആ റവാത്തിബ് നിസ്കാരത്തിന്റെ സുജൂദിലെ ദുആ, അതും ഇഖാമത്തിൽ അടക്കമുള്ള ദുആ പറയാം. അപ്പൊ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സുന്നത്തുണ്ട്. അത് മുതലെടുക്കാൻ ശ്രമിക്കുക. ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളൊക്കെ നമ്മൾ മുതലെടുക്കുക. ബാങ്ക് വിളിച്ച് ഇഖാമത്തിനടുത്തുള്ള സമയം നടത്തപ്പെടുന്ന ദുആ നഷ്ടപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.